അമരവാണിയുടെ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് വളരെ വിശേഷപ്പെട്ട വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് നിങ്ങളുടെ മുന്നിൽ ഇന്ന് അവതരിപ്പിക്കുന്നത്. യോഗയും വാസ്തുവും. യോഗയും വാസ്തുവും ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളായിട്ട് നമുക്ക് തീർച്ചയായിട്ടും കണക്കാക്കേണ്ടി വരും. കാരണം നമ്മുടെ ഭാരതീയമായ ശാസ്ത്രങ്ങളിൽ ഏറ്റവും അനിവാര്യമായിട്ടുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ടതും നമുക്ക് വേണ്ട എന്ന് വെച്ചാലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത രണ്ട് ശാസ്ത്രങ്ങളായിരിക്കും യോഗശാസ്ത്രവും വാസ്തുശാസ്ത്രവും. ഇത് പറയാനുള്ള കാരണം തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. യോഗശാസ്ത്രം എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, നമ്മുടെ ഈ ദേഹം, ഈ ശരീരം, മനസ്സ്, ബുദ്ധി, പ്രാണൻ, ആത്മാവ്, ഇത്തരത്തിലുള്ള 5 ഘടകങ്ങളുടെയും സമഗ്രമായ വികസനവും അതിൻ്റെ ശരിയായ പ്രവർത്തനവും സന്തുലിതവുമായിട്ടുള്ള ഒരു ജീവിതചര്യ സൃഷ്ടിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു പദ്ധതിയാണ് യോഗശാസ്ത്രം. ലളിത ജീവിതവും ഉയർന്ന ചിന്തയും എന്നതിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ശാസ്ത്രശാഖയാണ് യോഗശാസ്ത്രം. തീർച്ചയായിട്ടും അത് നാം എന്ന വ്യക്തിക്ക് അനുകൂലമായിട്ടുള്ള, അനുഭവിക്കേണ്ടതായിട്ടുള്ള, നമ്മൾ മനസ്സിലാക്കേണ്ട, നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള അനിവാര്യമായിട്ടുള്ള ഒരു ശാസ്ത്രമാണ് യോഗശാസ്ത്രം എന്ന് ലോകത്തിലെ ഇന്നത്തെ യോഗയുടെ പ്രചാരം വെച്ച് നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അതേപോലെ തന്നെ നാം പല വീഡിയോയിലൂടെയും കൃത്യമായി പറഞ്ഞ് തന്നിട്ടുള്ളൊരു കാര്യം തന്നെയാണ് വാസ്തുശാസ്ത്രത്തിൻ്റെ അനിവാര്യത. കാരണം നാം ഒരു വ്യക്തി എന്ന നിലയിൽ യോഗ നമുക്ക് ഉപകാരപ്പെടുമെങ്കിൽ നമ്മൾ ഒരുപാട് വ്യക്തികളെ സംരക്ഷിക്കുന്ന, ഒരുപാട് വ്യക്തികൾ താമസിക്കുന്ന വലിയൊരു ശരീരമായിട്ട് നമുക്ക് നമ്മുടെ വീടിനെ കാണാം. ആ വീടിന് അതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട്, ആ വീടിൻ്റെ നിത്യേനയുള്ള ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള നമുക്ക് അനുകൂലമായതും അതിനു വേണ്ടി ഉണ്ടായിട്ടുള്ള ഒരു ശാസ്ത്രശാഖയാണ് വാസ്തുശാസ്ത്രം എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് രണ്ടും അനിവാര്യവും പ്രകൃതിദത്തവുമാണ്. അതുകൊണ്ട് ഒരു മനുഷ്യൻ, ഒരു വ്യക്തിക്ക് നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതായിട്ടുള്ള 2 ശാസ്ത്രങ്ങളായിട്ട് നമുക്ക് ഈ വാസ്തുശാസ്ത്രത്തെയും യോഗശാസ്ത്രത്തെയും എടുക്കാം. അത് ഒരു നാണയത്തിൻ്റെ ഇരുപുറവുമാണെന്ന് നമുക്ക് പറയാനുള്ള കാരണം അത് നമ്മുടെ ജീവിതത്തിന് അത്രയേറെ വിലപ്പെട്ടതാണ്. അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിത പന്താവ് ശരിയായ ദിശയിലേക്ക് പോയി നമുക്ക് ഉയർച്ചയും സമൃദ്ധിയും അതുപോലെ നമുക്ക് ലക്ഷ്യവും മോക്ഷപ്രാപ്തിയും ഉണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിനുള്ള ഒരു യാത്ര, നമ്മുടെ ഒരു വാഹനം തന്നെയാണ് നമ്മുടെ ശരീരം. തീർച്ചയായിട്ടും നമ്മുടെ ശരീരമാണ് നമ്മുടെ ഒരു ജീവിത രഥയാത്രയ്ക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള ആ രഥം തന്നെയാണ്, ഒരു വാഹനം തന്നെയാണ് ആ യാത്രയ്ക്ക്. അപ്പോൾ ആ വാഹനം എത്രത്തോളം നന്നായിരിക്കണം യാത്രയ്ക്ക് എന്ന് നമുക്കറിയാം. തീർച്ചയായിട്ടും ആ യാത്രയ്ക്ക് ഒരു വാഹനം എത്രത്തോളം അനിവാര്യമാണ് എന്നതുപോലെ നമ്മൾ ഏറ്റവും അധികം ആ യാത്ര ചെയ്ത് നമ്മൾ തിരിച്ചു വന്ന് നമ്മൾ വിശ്രമിക്കുന്നതും എവിടെ നിന്നാണോ നാം യാത്ര ആരംഭിക്കുന്നതും എന്നതിൻ്റെ ഒരു പ്രധാന കേന്ദ്രം തന്നെയാണ് നമ്മളെ വീട്, നമ്മളെ ഗൃഹം, അല്ലെങ്കിൽ നമ്മുടെ ആ ഭൂമി. അപ്പോൾ ഈ 2 പ്രധാന ഘടകങ്ങൾ, നമ്മുടെ കേന്ദ്രവും അതുപോലെ നമ്മുടെ യാത്രാ വാഹനവും, ഇത് ആണ് നമ്മുടെ പ്രധാന സാധനം. അതായത് ഒരു വാഹനത്തിൻ്റെ അതിൻ്റെ ഷെഡ്, അതുപോലെ തന്നെയാണ് നാം എന്ന ശരീരത്തിൻ്റെ, നാം എന്ന വ്യക്തിയുടെ നമ്മളെ സംരക്ഷിക്കുന്ന നമ്മുടെ ഷെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടാണ്. അപ്പം ഇത് രണ്ടും നമ്മൾ തീർച്ചയായിട്ടും തയ്യാറാവുന്നിടത്താണ് നമ്മുടെ മുഴുവൻ ജീവിത വിജയവും കിടക്കുന്നത് എന്ന് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം. അതുകൊണ്ട് യോഗാശാസ്ത്രത്തിനും വാസ്തുശാസ്ത്രത്തിനും വളരെയധികം പ്രാധാന്യം കൊടുത്താൽ മാത്രം പോരാ, അത് നമ്മൾ മനസ്സിലാക്കുകയും അതിൻ്റെ അറിവുകൾ നേടുകയും നിത്യേന യോഗ ആചരിക്കുകയും വാസ്തുശാസ്ത്രത്തെ അനുസരിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഉത്തമമായിട്ടുള്ള കർത്തവ്യം തന്നെയാണ് എന്ന് നാം പറയുമ്പോൾ അതിൽ മറ്റൊരു തരത്തിലുള്ള അതിശയോക്തിയോ മറ്റൊരു തരത്തിലുള്ള പറ്റിക്കലോ ഒന്നും തന്നെയില്ല. കാരണം നാം ജീവിതം കൊണ്ട് മനസ്സിലാക്കിയിട്ടുള്ള
അനുഭവത്തിലൂടെ മനസ്സിലാക്കിയിട്ടുള്ള, അറിവിലൂടെ മനസ്സിലാക്കിയിട്ടുള്ള, ലോകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള വലിയ ഒരു രഹസ്യം തന്നെയാണ് ഈ രണ്ട് ശാസ്ത്രങ്ങൾ. അപ്പോൾ ഈ രണ്ട് ശാസ്ത്രത്തെ ഒരിക്കലും നമ്മൾ വിട്ടുകളയരുത്, അവഗണിക്കരുത്. ആരും ആ ശാസ്ത്രത്തെ അവഗണിച്ചാലും കുറ്റം പറഞ്ഞാലും തീർച്ചയായിട്ടും അത് നമുക്ക് ആവശ്യമുള്ളതാണ് എങ്കിൽ തീർച്ചയായിട്ടും നാം അത് നേടിയെടുക്കുകയും നാം അതിനെ അനുസരിക്കുകയും നാം അതിൽ പരിശീലനം ചെയ്യുകയും ചെയ്യണം. ഈ രണ്ട് ശാസ്ത്രങ്ങളും നമുക്ക് അനിവാര്യമെന്ന് പറയുന്നതോടൊപ്പം ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കട്ടെ. ഈ രണ്ട് ശാസ്ത്രങ്ങളും യഥാർത്ഥത്തിൽ നമുക്ക് ലോകത്തിൽ മനുഷ്യർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടുള്ള രണ്ട് ശാസ്ത്രങ്ങൾ തന്നെയാണ്, യോഗയും വാസ്തുവും. കാരണം വാസ്തുശാസ്ത്രം ഒരു തട്ടിപ്പാണെന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നും, ജീവിക്കാൻ എന്തിന് വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു മനുഷ്യന് ജീവിക്കാൻ എന്തിനാണ് യോഗ എന്ന് പറയുന്ന കാലമുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് പൊതുവെ യോഗയെ അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും 100% അല്ല 80%, 60% പോലും നമ്മുടെ സമൂഹത്തിൽ യോഗ സംവിധാനം വിജയിച്ചിട്ടില്ല എന്ന് നമുക്ക് 100% പറയേണ്ടി വരും. അതുപോലെ വാസ്തുശാസ്ത്രവും നമ്മുടെ സമൂഹത്തിൽ വിജയിച്ചിട്ടില്ല എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയേണ്ടി വരും. അങ്ങനെ വിജയിച്ചിരുന്നുവെങ്കിൽ ഓരോ വ്യക്തികളുടെ ജീവിതവും വളരെ സമ്പന്നവും സമൃദ്ധവുമാവുമായിരുന്നു. കാരണം ഈശ്വരൻ നേരിട്ടിറങ്ങി വന്നിട്ടുള്ള നമ്മുടെ നാട്ടിൽ നമ്മൾ പുറകോട്ട് പോയി, നമ്മൾ ഓരോ വ്യക്തികളും പരാജയത്തിലേക്ക് പോകുന്നു, ക്ഷീണത്തിലേക്ക് പോകുന്നു, ക്ഷയത്തിലേക്ക് പോകുന്നു. ഓരോ കുടുംബജീവിതങ്ങളും ശിഥിലമായി കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം ഒന്നേ ഉള്ളൂ, വാസ്തുശാസ്ത്രം, യോഗശാസ്ത്രം എന്നാണോ നമ്മൾ ഒഴിവാക്കിയത്, എപ്പോഴാണോ നാം അതിനെ സ്വീകരിക്കുന്നത്, ഇതാണ് നമ്മുടെ പ്രധാന വിഷയം. ഇതിൽ യോഗശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം അത് അവതരിപ്പിക്കപ്പെട്ടത് ശരിയായ രൂപത്തിലല്ല എന്നെനിക്ക് പറയേണ്ടി വരും. വാസ്തുശാസ്ത്രവും ഇവിടെ അവതരിപ്പിക്കപ്പെട്ടത്, ഇംപ്ലിമെൻ്റ് ചെയ്തതും അത് ശരിയായ വഴിയിലല്ല എന്ന് നമുക്കിവിടെ പറയേണ്ടി വരും. കാരണം യോഗശാസ്ത്രം അവതരിപ്പിക്കപ്പെട്ടിടത്താണ് അതിൻ്റെ പ്രശ്നം കിടക്കുന്നത്. കാരണം യോഗശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. അത് എല്ലാവർക്കും ആചരിക്കാനും അനുഷ്ഠിക്കാനും പറ്റുന്ന ഒരു പദ്ധതി തന്നെയാണ് യോഗശാസ്ത്രം. പക്ഷെ എത്ര പേരത് അനുഷ്ഠിക്കുന്നുണ്ട്, എത്ര പേരത് ആചരിക്കുന്നുണ്ട്? കാരണം അതിനെ അവതരിപ്പിച്ചിരിക്കുന്നത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല യോഗശാസ്ത്രത്തെ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. അത് വലിയൊരു കായികമായിട്ടുള്ള ഒരു അഭ്യാസിക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റൂ എന്നുള്ള രീതിയിലാണ് ഇവിടെ ഇതിൻ്റെ ക്ലാസ്സുകളും അതുപോലെ ഇതിൻ്റെ അവതരിപ്പിക്കപ്പെട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ അത് ശരിയായ രീതിയിൽ നമ്മളെ മുന്നിലേക്ക് എത്തുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള കാര്യം. അത് വാസ്തുശാസ്ത്രമായാലും യോഗശാസ്ത്രമായാലും ശരിയായ രീതിയിൽ വളരെ ലളിതമായിട്ട് നമുക്ക് എല്ലാവർക്കും സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ മുന്നിൽ എത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ അത് നമ്മൾ ആചരിക്കുകയും അതുകൊണ്ട് നമുക്ക് ഈ മനുഷ്യകുലത്തിന് അതുകൊണ്ട് ഉപകാരം ഉണ്ടാവുകയും ചെയ്യുകയുള്ളൂ. അല്ലാത്തിടത്തോളം കാലം അത് ഒരാൾക്കും എത്തിപ്പിടിക്കാൻ പറ്റാത്തത്ര ഉയരത്തിൽ ഈ യോഗയും വാസ്തുവും ഇങ്ങനെ കടന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം അവസാനിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ നമുക്കതുകൊണ്ട് എന്ത് കാര്യം? ഒരുപാട് ശാസ്ത്രങ്ങളിവിടെ മനുഷ്യന് വേണ്ടി ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അത് നമുക്ക് ഉപകാരപ്പെടണ്ടേ? ഉപകാരപ്പെട്ടുകൊണ്ട് മാത്രമല്ലേ നമുക്കത് ഉപയോഗിക്കുകയും അതുകൊണ്ട് നമുക്ക് ഗുണമുണ്ടാവുകയും ചെയ്യുക. അപ്പോൾ ആ യോഗശാസ്ത്രത്തെയും വാസ്തുശാസ്ത്രത്തെയും ശരിയായ രീതിയിൽ അവതരിപ്പിക്കാനുള്ള ഒരു എളിയ ശ്രമം ആണ് നാം ഈ ചാനലിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ യോഗശാസ്ത്രം ആർക്ക് വേണ്ടിയുള്ളതാണ്? കുട്ടികൾക്ക് യോഗശാസ്ത്രം വേണ്ടിയുള്ളതാണ്, അതുപോലെ വൃദ്ധർക്ക് വേണ്ടിയിട്ടുള്ളതാണ്, യുവാക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ഗർഭിണികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, രോഗികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ ഈ മനുഷ്യകുലത്തിലെ നാനാതുറയിലുള്ള എല്ലാവർക്കും ഏതു മേഖലയിൽ ജീവിക്കുന്നവർ, കൂലിപ്പണി മുതൽ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥർ വരെ ഇത് ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് യോഗശാസ്ത്രം. പക്ഷേ ഇതൊന്നും അവർ ചെയ്യുന്നില്ല.
ഇത് യോഗ പ്രത്യേകം ചില ആളുകൾക്ക് ശരീരത്തിന് വഴക്കവും അഭ്യാസം സിദ്ധിച്ചിട്ടുള്ള ആളുകൾക്ക് വേണ്ടി മാത്രമാണ് യോഗാശാസ്ത്രമെന്നും ഏകാഗ്രതയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് യോഗാശാസ്ത്രമെന്നും അങ്ങനെ പ്രത്യേകം ചില ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് യോഗശാസ്ത്രം ഉണ്ടായതും എന്ന് നമ്മൾ വരുത്തി തീർത്ത രീതിയിലാണ് ഇവിടെ ഇതിൻ്റെ അവതരണം നടന്നിട്ടുള്ളത്. അപ്പോൾ അതിനെ തീർച്ചയായിട്ടും തള്ളിക്കൊണ്ട് നമുക്ക് ശരിയായ ഒരു പരിശീലന പദ്ധതി നമ്മുടെ മുന്നിലേക്ക് വരേണ്ടതുണ്ട്. ഏത് തരത്തിലാണ് യോഗ നമുക്ക് ഗുണപ്രദമാവുക എന്നുള്ളതിൻ്റെ കൃത്യമായ വീഡിയോകൾ നമ്മൾ തീർച്ചയായിട്ടും ഈ ചാനലിലൂടെ നിങ്ങൾക്ക് കാണാനും അനുഭവിക്കാനും നിങ്ങൾക്കതിലൂടെ പരിശീലനം നേടാനും സാധിക്കും. അതുപോലെ തന്നെ വാസ്തുശാസ്ത്രത്തിൻ്റെ ശരിയായിട്ടുള്ള മാർഗദർശനങ്ങളും ഈ വീഡിയോയിലൂടെ പരമാവധി ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അത് നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനെ സ്വീകരിക്കാം. അത് ശരിയല്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതിനെ കമൻറ്റ് ചെയ്യാം, നിങ്ങൾക്കതിനെ എതിർക്കാം. അപ്പോൾ അത്തരത്തിലുള്ള ഈ രണ്ട് തരത്തിലുള്ള ഈ യോഗയും വാസ്തുവും ഒരുപോലെ നമുക്ക് ഒരു വ്യക്തിക്ക് ഉപകാരപ്പെട്ടതാണ് എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് നാം എൻ്റെ ഒരു വീഡിയോയിലൂടെ മാത്രം മനസ്സിലാക്കിയാൽ പോരാ. ഈ ഒരു വീഡിയോ ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് ഇതിനെ പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള ഒരു താല്പര്യം മറ്റേത് ശാസ്ത്രങ്ങളെക്കാളേറെ നമുക്ക് ആവശ്യമാണ്. കാരണം നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ആരോഗ്യവും സന്തോഷവും സമാധാനവും അതുപോലെ കുടുംബപരമായിട്ടുള്ള നമ്മുടെ ഉയർച്ചയും ഉന്നതിയും എനർജിയും ഇത് നമുക്ക് അനിവാര്യമാണ്. ഈ രണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ മറ്റു മേഖലകളിലേക്ക് എത്തിപ്പിടിക്കാനും മറ്റു മേഖലകളിലേക്ക് നമുക്ക് വിജയം കൊയ്യാനും സാധിക്കുകയുള്ളൂ. കാരണം നമ്മുടെ വീട് നമ്മുടെ വ്യക്തി മാത്രമല്ലല്ലോ, ഈ വീടും നമ്മുടെ ഈ വ്യക്തിത്വവും എപ്പോൾ ശരിയാവുന്നു അപ്പം മാത്രമേ ശരിയായ വഴി ശരിയായ ജീവിത പന്ഥാവിലേക്ക് നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. എല്ലാ മേഖലകളിലും നമുക്ക് വിജയിക്കണം. ശാരീരികമായിട്ട്, മാനസികമായിട്ട്, പ്രാണീയമായിട്ട്, അതുപോലെ തന്നെ ബൗദ്ധികമായിട്ടുള്ള മേഖലയിൽ, ആത്മീയമായിട്ടുള്ള മേഖലയിലും എല്ലാ മേഖലയിലും നമുക്ക് വികസിക്കുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ ശരിയായ വ്യക്തിത്വ രൂപീകരണം ഉണ്ടാവുകയുള്ളൂ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് യോഗശാസ്ത്രവും വാസ്തുശാസ്ത്രവും ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളുമാണെന്ന് പറയുന്നതും. ആ ശാസ്ത്രത്തിലേക്ക് എല്ലാവർക്കും ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, അതുപോലെ ഷെയർ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും വിനീതമായ നമസ്തേ.